ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, റീഡ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. താഴെ നമുക്ക് സ്റ്റോറിയിൽ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് അല്ല, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, റെബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ. എന്താണ് റെബേക്ക ടീച്ചർ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? വൈ there had been so little rain that year. എന്താ ചോദിച്ചത്? വൈ there had been so little rain that year. The second one, trees are being cut down and used to make buildings. Okay, അപ്പോൾ അവിടെ used to make buildings എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ, the president asked his countrymen to plant trees outside their homes. എന്താ എഴുതേണ്ടത്? To plant trees outside their homes. ഫോർത്ത് വൺ, we would like to thank Rebecca. നമ്മൾ റെബേക്കയുടെ അടുത്ത് താങ്ക്സ് പറയണം. എന്തിന്? for helping us learn and make a change. അവിടെ എഴുതേണ്ടത് for helping us learn and make a change എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി ആണ്, given below are 2 scenes of Rebecca's farm. താഴെ നമുക്ക് റെബേക്കയുടെ ഫാമിലിയിലെ 2 സീനുകളാണ്, 2 കാഴ്ചകളാണ് തന്നിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് പ്രിപ്പയർ എ ഡിസ്ക്രിപ്ഷൻ. അത് നോക്കി നിങ്ങളുടെ അടുത്ത് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ബിഫോർ ദ ട്രോട്ട്, വളർച്ചയ്ക്ക് മുന്നേ ഉള്ളത്. ട്രോട്ട് എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്ക് മുന്നേ ഉള്ള ഒരു കാഴ്ചയാണ് തന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, ദിസ് ഈസ് റെബേക്കാസ് ഫാം. ഇത് റെബേക്കയുടെ ഫാം ആണ്. There are cattle, sheep, ducks and hens in the farm. ഫാമിൽ എന്തൊക്കെയുണ്ട്? കാറ്റിൽ ഉണ്ട്, ഷീപ്പ് ഉണ്ട്, ഡക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹെന്നും ഉണ്ട്. Large brown cows are grazing in the farm. There is a huge tree with ripe fruits. A happy brown squirrel is sitting on one of its branches. The lovely red flowers add beauty to the farm. അപ്പം എന്താ പറയുന്നത്? അവിടെ ഒരു കൗസ് അല്ലേ, നല്ല ലാർജ് ബ്രൗൺ ആയിട്ടുള്ള ഒരു കൗസ് ഉണ്ട്. അതുപോലെ തന്നെ വലിയൊരു മരമുണ്ട്, അതിൽ നിറയെ റൈപ്പ് ആയിട്ടുള്ള പഴുത്ത പഴങ്ങളാണുള്ളത്. അതുപോലെ ഒരു ഹാപ്പി ബ്രൗൺ, നല്ല ബ്രൗൺ നിറത്തിലുള്ള ഒരു സ്ക്യൂരൽ ആ ഒരു ട്രീയുടെ ബ്രാഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിനെയൊക്കെ, ആ ഫാമിനെയൊക്കെ നല്ല ബ്യൂട്ടി ആക്കുന്നത് എന്താണ്? അവിടെ കാണുന്ന റെഡ് നിറത്തിലുള്ള പൂക്കളാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, എന്താണ് ഇവിടെ തന്നിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത്? ആഫ്റ്റർ ദ ഡ്രോട്ട് ആണല്ലേ, അഥവാ വരൾച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചയാണ് ഇവിടെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ കാണുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ദിസ് ഈസ് റെബേക്കാസ് ഫാം. ഇത് റെബേക്കയുടെ ഫാം ആണ്. വെൻ ദ ഡ്രോട്ട് കെയിം, അവിടെ ആ ഒരു വരൾച്ച ഉണ്ടായപ്പോൾ റെബേക്കാസ് ഫാം വാസ് ഫുള്ളി ഡിസ്ട്രോയിഡ്. അത് ഫുള്ള് നാശമായി. Cattle, goat, sheep and hen, all of them died in the drought. ആ ഒരു വരൾച്ചയിൽ അവിടുത്തെ കാറ്റും ഗോട്ടും ഷീപ്പും ഹെന്നും എല്ലാം മരിച്ചുപോയി. ട്രീസ്, പ്ലാന്റ്സ് ഡ്രൈഡ് ആൻഡ് പീപ്പിൾ ആർ സ്ട്രഗിൾ ടു ഗെറ്റ് വാട്ടർ. അതുപോലെ തന്നെ മരങ്ങളും പ്ലാന്റ്സ് ഒക്കെ വളരെ ഡ്രൈ ആവുകയും അവിടുത്തെ ജനങ്ങൾ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥ വരികയും ചെയ്തു. ബട്ട് ദർ ഇസ് നോ ഹോപ്പ് ഓഫ് റെയിൻ, സോ ദേ മൈഗ്രേറ്റ് ടു അനദർ വില്ലേജ്. പക്ഷെ എന്താണ്, അപ്പോഴും അവർക്ക് അവിടെ മഴ പെയ്യുമെന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ അവിടെ നിന്നും മൈഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ദ വില്ലേജ് ബിക്കംസ് ഡ്രൈ ലാൻഡ്. അങ്ങനെ ആ വില്ലേജ് എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടിട്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3 ആണ്, ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ഇവിടെ തന്നിട്ടുള്ള സെന്റൻസ് നമുക്കൊന്ന് വായിക്കാം. The man is dumping waste on the road. എന്താണ്? ഒരാൾ വന്നിട്ട് റോഡിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്നതാണ് അല്ലെ. The man is dumping waste on the road. അടുത്തത് നോക്കൂ, the children are clapping their hands. എന്താണ്? കുട്ടികളെ അവരുടെ കൈ കൊണ്ട് ക്ലാപ്പ് ചെയ്യുന്നതാണ്. The man is എന്നാണ് പറഞ്ഞത്, the children are എന്നാണ് പറഞ്ഞത് അല്ലെ. Now you may look at the following pictures and write down what each of them is are doing. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരാളാണെങ്കിൽ നമ്മൾ ഈസ് എന്ന് പറയും, അത് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ആർ എന്ന് പറയും. ഇവിടെ മാൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ഒരാളാണ്, അപ്പോൾ അവിടെ നമുക്ക് ഈസ് പറഞ്ഞാൽ മതി. പക്ഷെ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, കുറെ ആളുകളുണ്ട്, നമ്മൾ ആർ എന്ന് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് താഴെയുള്ള സെന്റൻസ് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ഒരാൾ പെയിന്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ ദ മാൻ ആണ്, ഒരാളാണ്. അപ്പം ദ മാൻ ഈസ് ആണോ ആറാണോ? ഈസ് ആണ് അല്ലെ. ദ മാൻ ഈസ് പെയിന്റിങ് ഓൺ ദ ഫ്ലോർ എന്ന് വരും.
ഇനി അടുത്തത് തൊട്ടടുത്തുള്ളത് ഒരു കുട്ടി ഒരു ട്രീ പ്ലാന്റ് ചെയ്യുകയാണ്. സോ ദ ഗേൾ ഈസ് പ്ലാന്റിങ് എ ട്രീ എന്ന് വരും. നെക്സ്റ്റ് എന്താണ്, ഒരു ബോയ് കുറച്ച് പ്ലാസ്റ്റിക് ഒക്കെ വേസ്റ്റ് ബിന്നിൽ ഇടുകയാണ്. സോ ദ ബോയ് ഈസ് ത്രോയിങ് ബോട്ടിൽ ഇൻ ദ വേസ്റ്റ് ബിൻ എന്ന് വരും. ഇനി അടുത്തത് കുറച്ച് ഗേൾസ് ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പൊ അവിടെ ഈസ് ആണോ? അല്ല, അവിടെ വരേണ്ടത് ആർ ആണ് അല്ലെ. ദ ഗേൾസ് ആർ പ്ലേയിങ് ഫുട്ബോൾ എന്ന് വരും. ഓക്കെ, ദ ഗേൾസ് ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ആണ്. The Nature Club of Rebecca Schools has decided to conduct a short film festival on climate change. Prepare a script for announcement in the morning assembly. അപ്പോൾ എന്താണ്, നമ്മുടെ റബേക്കയുടെ സ്കൂളിൽ ഒരു നേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള അനൗൺസ്മെന്റ് ചെയ്യാനുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Good morning dear teachers and dear friends. Our school has decided to conduct a short film festival on climate change at the school auditorium on 20 November 2024 from 10 a.m. to 1 p.m. The chief of Maasai community will inaugurate the fest. We welcome all to the inauguration ceremony. Thanks. അഥവാ സ്കൂളിൽ ഇങ്ങനെ ഷോർട്ട് ഫിലിം നടക്കുന്നുണ്ട്, ഇന്ന ദിവസമാണ്, ഇന്ന സമയത്താണ്, ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഒരു ചെറിയ സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾ എഴുതി തയ്യാറാക്കേണ്ടത്. അടുത്ത ആക്ടിവിറ്റി നമ്പർ 5 ആണ്. Pairs of words that have the same sound but different meanings are given in brackets. നമുക്കറിയാം, ഇപ്പോൾ പല വാക്കുകളും ഒരേപോലെയുള്ള പ്രൊനൗൺസിയേഷൻ ആയിരിക്കും അല്ലെ, സെയിം സൗണ്ട് ആയിരിക്കും അതിനുണ്ടായിരിക്കാം, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള പെയേഴ്സ് ആണ് ഇവിടെ ബ്രാക്കറ്റിലായിട്ട് തന്നിട്ടുള്ളത്. ചൂസ് ദ റൈറ്റ് വേർഡ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. അതിൽ നിന്നും ശരിയായിട്ടുള്ളത് തെരഞ്ഞെടുത്തിട്ട് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ദിസ് ഡാഷ് വി ഡിഡ് നോട്ട് ഗെറ്റ് സഫിഷ്യന്റ് റെയിൻ. എന്താണ്, നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള അഥവാ ആവശ്യമായിട്ടുള്ള മഴ ലഭിച്ചില്ല. അതെന്താണ്, ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇയറുമാണ്, രണ്ടും സെയിം ആണ്. പക്ഷെ ഫസ്റ്റ് തന്നിട്ടുള്ള YEAR എന്നുള്ളത് വർഷവും രണ്ടാമത്തേത് ചെവിയുമാണ്. അപ്പൊ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ളത് വർഷം എന്നുള്ളതാണ്. അപ്പൊ അതാണ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. സെക്കൻഡ് വൺ, ദ ബോയ് സോ എ സ്മോൾ ഡാഷ് ഓൺ ദ ട്രീ ട്രങ്ക്. ട്രീയുടെ ഒരു മരത്തിന്റെ ചില്ലയിലായിട്ട് ഒരു കുട്ടി കണ്ടു. എന്താ കണ്ടത്? ഹോള് കണ്ടു. രണ്ടും സെയിം ആണ്. പക്ഷെ ഫസ്റ്റത്തെ ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നുള്ള അർത്ഥത്തിലും രണ്ടാമത്തെ ഹോൾ എന്ന് പറഞ്ഞാൽ പൊത്തി എന്ന അർത്ഥത്തിലുമാണ്. അപ്പൊ അവിടെ പൊത്തി എന്ന അർത്ഥത്തിലുള്ള HOLE ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. മൂന്നാമത്തേത്, വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ, നമുക്ക് ശ്വസിക്കാൻ വേണ്ടി വേണം, എയർ വേണം, ഹെയർ വേണം. അവിടെ എന്താണ്, AIR എന്നുള്ള എയർ ആണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫോർത്ത് വൺ, ദ കൺട്രി ഈസ് എൻറ്ററിങ് എ ന്യൂ ഡാഷ് ഇൻ ഡെവലപ്മെന്റ്. ഒരു രാജ്യം അതിന്റെ പുതിയ ഒരു വികസനത്തിലേക്ക്. എന്താണ്, ഫേസ് എന്ന് പറഞ്ഞാൽ മുഖമാണ്, ഫേസ് എന്ന് പറഞ്ഞാൽ ഘട്ടമാണ്. അവിടെ PHASE എന്നുള്ള ഫേസ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഫിഫ്ത്ത് വൺ, ദ എൽഡർ ഡിസൈഡഡ് ടു ഡാഷ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ. എന്താണ് അവിടെ, മുതിർന്ന ഒരാള് പ്രസിഡന്റ് ഓഫ് കെനിയക്ക് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ലെറ്റർ തീരുമാനിച്ചു. RIGHT റൈറ്റ് ആണോ, WRITE റൈറ്റ് ആണോ? WRITE റൈറ്റ് ആണ്, എഴുതാൻ വേണ്ടി എന്നതാണ്. ഇത് ക്ലാസ് റൂം മീൻസ് ഡാഷ് നൗ. എന്താണ്, ക്ലാസ് റൂം ആയി, ഇപ്പോൾ ആയി. എന്താണ്, ക്വയറ്റ് ആണോ, ക്വിറ്റ് ആണോ? എന്താണ്, ക്വയറ്റ് ആണ് അല്ലെ. അപ്പൊ QUIET ക്വയറ്റ് എന്നുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ദ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 6 ആണ്. ഹിയർ ഈസ് റെബേക്കാസ് റുട്ടീൻ. ഇവിടെ തന്നിട്ടുള്ളത് റെബേക്കയുടെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ സം ഓഫ് യുവർ റുട്ടീൻ ആക്ടിവിറ്റീസ്. നിങ്ങളെടുത്ത് ഇത് വായിച്ചിട്ട് ഇതേപോലെ നിങ്ങളുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? റെബേക്ക ഗെറ്റ്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. റെബേക്ക രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ഷി ബ്രഷസ് ഹെർ ടീത്ത്. അവളുടെ പല്ലുകളൊക്കെ തേക്കും. ഷി ലേൺസ് ഹെർ ലെസൺസ് റെഗുലർലി. അവൾ എന്താണ്, എല്ലാ ദിവസവും അവളുടെ ലെസൺസ് ഒക്കെ കേൾക്കും. ഷീ ഹെൽപ്സ് ഹെർ മദർ ഇൻ കുക്കിംഗ്. എന്നിട്ട് അവളുടെ അമ്മയെ കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്യും. ഷീ ഗോസ് ടു ദ ഫാം ആൻഡ് ഫീഡ്സ് ദ എനിമൽ. അവൾ ഫാമിലേക്ക് പോയിട്ട് അവിടെയുള്ള എനിമൽസിനൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ഐ ഗെറ്റ് അപ്പ് എന്നാക്കണം അല്ലെ. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ മോർണിംഗ് രാവിലെ നേരത്തെ എണീക്കും. ഐ ബ്രഷ് മൈ ടീത്ത്. ഞാൻ എൻ്റെ പല്ലുകളൊക്കെ തേക്കും. ആൻഡ് വാഷ് ഫേസ്. എൻ്റെ മുഖം കഴുകും. ദെൻ ഐ ഗോ ഫോർ എ വാക്ക്. അതിനുശേഷം ഞാനൊന്ന് നടക്കാൻ വേണ്ടി പോകും. ആഫ്റ്റർ ദാറ്റ് ഐ ടേക്ക് എ ബാത്ത് ആൻഡ് ലേൺ ലെസൺസ്. അതിനുശേഷം ഞാൻ കുളിച്ച് എൻ്റെ ലെസൺസ് ഒക്കെ കേൾക്കും.
After breakfast, put on my school uniform, then go to school with my sister. എന്നിട്ട് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ എൻ്റെ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് എൻ്റെ സിസ്റ്ററുടെ കൂടെ സ്കൂളിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ അതൊക്കെയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അടുത്ത ആക്ടിവിറ്റി നമ്പർ 7 ആണ്. ഷാൾ വി ഫോം 2 ഗ്രൂപ്പ്സ് ആൻഡ് പ്ലേസ് എ വേർഡ് ഗെയിം. നിങ്ങളെടുത്ത് 2 ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് വേർഡ് ഗെയിം കണ്ടക്ട് ചെയ്യാനാണ് പറയുന്നത്. യുവർ ടീച്ചർ വിൽ ഗീവ് നെസസറി ഇൻസ്ട്രക്ഷൻസ്. നിങ്ങളുടെ ടീച്ചർ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. ആക്ട് അക്കോർഡിംഗ്ലി, അത് പ്രകാരം നിങ്ങൾ ആക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ? കൺവേർട്ട് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ക്വസ്റ്റ്യൻസ്. ഇവിടെ ഷീ ഈസ് പ്ലേയിങ് എന്ന് പറയുന്നുണ്ട് അല്ലെ ഒരു ഗ്രൂപ്പ്. മറു ഗ്രൂപ്പ് പറയുന്നത് ഈസ് ഷീ പ്ലേയിങ്. എന്താണ്? ഷീ ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈസ് ഷീ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് ദേ ആർ വറീഡ്. അവർ വറീഡ് ആണല്ലേ, അവർ വളരെയധികം വളരെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ക്വസ്റ്റ്യൻ എന്താണ്? അതെങ്ങനെ ചോദിക്കുക? ആർ ദേ വറീഡ്, അവർ വറീഡ് ആണോ എന്നാണ് ചോദിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ബി ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. എന്താണ്? ഈ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ ഹോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, ചൂടുള്ള ഇതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിനെ എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും? അപ്പോൾ ഇവിടെ എങ്ങനെ ചോദിക്കുക? നമുക്ക് ഈസ് ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ എന്ന് ചോദിക്കാം അല്ലെ. ഈസ് എന്ന് ആദ്യം ഉപയോഗിക്കുക. ഈസ് ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ഈ വേൾഡ് വളരെ ഹോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണോ? സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഇത് എർത്തിനുള്ള ഭൂമിക്കുള്ള വലിയ ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. അതിനെങ്ങനെ ചോദിക്കാം? ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്? ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഡി, റബേക്ക ഈസ് ഹാപ്പി. റബേക്ക ഹാപ്പി ആണ്. അപ്പൊ എന്താ ചോദിക്കേണ്ടത്? റബേക്ക ഹാപ്പി ആണോ എന്ന് ചോദിക്കണം അല്ലെ. ഈസ് റബേക്ക ഹാപ്പി? റബേക്ക ഹാപ്പി ആണോ? ദ ഹാവ് പ്ലാന്റഡ് സാപ്ലിങ്സ്. അത് നമ്മൾ എങ്ങനെ ചോദിക്കാം? ഹാവ് ദേ പ്ലാന്റഡ് സാപ്ലിങ്സ്? ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എഫ്, റബേക്ക ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡന്റ്. റബേക്ക പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതി. ഹാസ് റബേക്ക റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡന്റ്? റബേക്ക പ്രസിഡന്റിന് ലെറ്റർ എഴുതിയോ? അപ്പൊ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. അവിടെ എന്താണ്? ഈസ്, ആറ്, അതുപോലെ തന്നെ ഹാവ്, ഹാസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആദ്യം വെക്കുക, എന്നിട്ട് സെന്റൻസ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്കത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ആക്ടിവിറ്റി നമ്പർ 8 നോക്കാം. റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. താഴെ നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ്. അബൌട്ട് എ ഗേൾ ഹു സെറ്റ് ഔട്ട് ഓൺ എ മിഷൻ ടു സേവ് ദ പ്ലാന്റ്. എന്താണ്? ഒരു ഗേളിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. ആ ഗേള് സേവ് ദ പ്ലാന്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു മിഷനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്കത് വായിച്ചു നോക്കാം. ഗ്രീറ്റാസ് ഗ്രേറ്റ് മിഷൻ ടു സേവ് പ്ലാനറ്റ്. എന്താണ്? ഗ്രീറ്റയുടെ പ്ലാനറ്റ് സേവ് ചെയ്യാനുള്ള ഗ്രേറ്റ് മിഷൻ, വലിയ മിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്റ്റോക്ക്ഹോം, എ ഡിഫറെന്റ് ഏബിൾഡ് യങ് ഗേൾ won the heart of millions as she held a placard and sat outside the Swedish parliament here on Monday. എന്താണ്? ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, അഥവാ എന്താ പറയുക, അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് വളരെ യങ്ങാണ്. ആ കുട്ടി ഒരുപാട് ആളുകളുടെ മനസ്സിൽ വളരെയധികം ഒരു സ്ഥാനം കിട്ടിയ ഒരു കുട്ടിയാണ്. ആ കുട്ടി സ്വീഡിഷിലെ പാർലമെന്റിന് മുന്നിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. മണ്ടയാണ് നിന്നത്. ഗ്രേറ്റ തൻബർഗ് വാസ് പ്രൊമോട്ടിംഗ് ദ കോസ് ഓഫ് സേവിങ് ദ പ്ലാന്റ് ഫ്രം ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്ലാനറ്റിനുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിനെ സേവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഈ പെൺകുട്ടി, ഗ്രേറ്റ എന്ന ഈ ഒരു പെൺകുട്ടി അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്, ഈ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട്. ഡയഗ്നോസ്ഡ് വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അഥവാ ആ പെൺകുട്ടിക്ക് എന്ന് പറയുന്നത് ASD എന്ന ഡയഗ്നോസ്ഡ് വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന ഒരു അസുഖമാണുള്ളത്. അറ്റ് എ ടെൻഡർ ഏജ്, വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നതാണ്. ഷി വാസ് അണ്ടർടേർഡ് ടുക്ക് അപ്പ് ദ കമ്പാനിയൻ ആൻഡ് സാറ്റ് അലോൺ ടു പ്രൊമോട്ട് ദ കോസ്. ഗ്രേറ്റ proved how she could manage a big difference to this campaign, not a local television channel that beamed the event live.
എന്താണ് ആക്ച്വലി ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും ഈ കുട്ടി ഈ ഒരു പ്ലാനറ്റിനെ സേവ് ചെയ്യണമെന്ന ആവശ്യം പറഞ്ഞുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരുന്നു അവൾ നിന്നിട്ടുണ്ടായിരുന്നത്. അത് വളരെ വലിയ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെയായിരുന്നു. കാരണം എന്താണ് ഈ ഒരു പെൺകുട്ടി ഇത്രയും വയ്യാത്തൊരു കുട്ടി ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഒരു ലോക്കൽ ടെലിവിഷനിൽ മാത്രമല്ല അത് വലിയ ഒരു ഇവന്റ് ആയിട്ട് ലൈവായിട്ട് തന്നെ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന് താഴെ നോക്കൂ. ദ എക്കോ ക്ലബ് ഇൻ യുവർ സ്കൂൾ പ്ലാന്റ് എ സാപ്ലിങ്സ് ഓൺ ദ സ്കൂൾ പ്രിമിസൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സാപ്ലിങ്സ് ടു ദ സ്റ്റുഡൻസ് ഓൺ വേൾഡ് എൻവയോൺമെന്റ് ഡേ. അഥവാ നിങ്ങൾ സ്കൂളിലെ എക്കോ ക്ലബ്ബ് എന്താണ് എല്ലാ കുട്ടികൾക്കും ഈ ഒരു വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ ഭാഗമായിട്ട് കുറച്ച് സാപ്ലിങ്സ്, കുറച്ച് തൈകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. A rally was also held to make the people aware of the need to conserve water. അതുപോലെ തന്നെ വെള്ളം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റാലിയും അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദ പ്രോഗ്രാം വാസ് ഇനാഗ്രേറ്റഡ് ബൈ ദ വാർഡ് മെമ്പർ. ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് വാർഡ് മെമ്പർ ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യുക ന്യൂസ് റിപ്പോർട്ട്, അതിനുശേഷം ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് എഴുതി നോക്കാം. റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ഹെഡിങ് കൊടുക്കുക, വേൾഡ് എൻവയോൺമെന്റ് ഡേ അറ്റ് SM സ്കൂൾ. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയൊരു ഹെഡിങ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. കൊല്ലം, സ്കൂൾ സെലിബ്രേറ്റഡ് വേൾഡ് എൻവയോൺമെന്റ് ഡേ വിത്ത് സോ മെനി ആക്ടിവിറ്റീസ്. അഥവാ സ്കൂൾ എൻവയോൺമെന്റ് ഡേ സ്കൂൾ ഒരുപാട് ആക്ടിവിറ്റീസോട് കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. The program was inaugurated by ward member Sri James under the leadership of school eco club. അഥവാ ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത് വാർഡ് മെമ്പർ ആയിട്ടുള്ള ശ്രീ ജെയിംസ് ആണ്. എക്കോ ക്ലബിന്റെ അണ്ടറിലായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പിലായിരുന്നു. Then the students of eco club distributed saplings to the students. എന്താണ് എക്കോ ക്ലബിലെ കുട്ടികൾ മറ്റുള്ള കുട്ടികൾക്കൊക്കെ തൈകൾ വിതരണം ചെയ്തു. A rally was also held to make the people aware of the need to conserve water. അഥവാ അവിടെയുള്ള ജനങ്ങളെയൊക്കെ വെള്ളം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു റാലിയും സംഘടിപ്പിച്ചു. അപ്പം ഇങ്ങനെ ഒരു ചെറിയ റിപ്പോർട്ടായിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ആക്ടിവിറ്റി നമ്പർ 9 ആണ്. Given below is a placard related to global warming. ഗ്ലോബൽ വാർമിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലക്കാർഡാണ് താഴെ തന്നിട്ടുള്ളത്. പ്രിപ്പയർ another one about ഫോറസ്റ്റ് കൺസർവേഷൻ. ഫോറസ്റ്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഥവാ നമ്മുടെ കാടുകളൊക്കെ സംരക്ഷിക്കണമെന്ന സന്ദേശം കൊടുക്കുന്ന പ്ലക്കാർഡ് നിങ്ങളുടെ അടുത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ മേക്ക് മോർ പ്ലക്കാർഡ്സ്. ഇത്തരത്തിലുള്ള പ്ലക്കാർഡ്സുകൾ കൂടുതൽ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഗ്ലോബൽ വാർമിങ്ങിന് കൊടുത്തിട്ടുള്ളത്? സേവ് ദ എർത്ത് എന്നാണ് അല്ലേ, ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ പ്ലക്കാർഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും എന്താണോ സബ്ജക്റ്റ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്ലക്കാർഡ് ആയിരിക്കണം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചു കൊടുക്കുക, എന്നിട്ട് ചെറിയ എന്തെങ്കിലും കോട്സ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഫോറസ്റ്റ് കൺസർവേഷൻ ആണല്ലേ, സേവ് ദ ഫോറസ്റ്റ് എന്ന് കൊടുത്താലും മതി. ഓക്കെ, സേവ് ദ ഫോറസ്റ്റ് എന്ന് കൊടുത്തിട്ട് ഇതേപോലെ ഒരു കുഞ്ഞു പ്ലക്കാർഡ് നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 10th ആക്ടിവിറ്റി ആണ്. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. താഴെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത കുറച്ച് വേർഡ്സ് ഉണ്ട്. റെബേക്ക ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അവിടെ എന്താണ് എ എന്നുള്ളതാണ് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. റെബേക്കയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ട്. There was an apple tree in the garden. ആ ഗാർഡനിൽ എന്തുണ്ട്? ഒരുപാട് ആപ്പിൾ ട്രീകൾ ഉണ്ട്. അവിടെ ആൻ ആപ്പിൾ എന്നാണ്, അതുപോലെ ദ ഗാർഡൻ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് എ, ആൻ ഓർ ദ. ഇവിടെ എന്താണ് എ, ആൻ, ദ ഈ 3 ആർട്ടിക്കിൾ വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്ന് പറഞ്ഞാലും ആൻ എന്ന് പറഞ്ഞാലും ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ആൻ എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ വവൽ സൗണ്ടിന്റെ കൂടെയാണ്. ഏതൊക്കെയാണ് വവൽ? എ, ഇ, ഐ, ഒ, യു എന്നുള്ള വവൽ സൗണ്ടിന്റെ കൂടെയാണ് നമ്മൾ ആൻ എന്ന വാക്ക് ഉപയോഗിക്കാറ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? എന്താണ് എൻ്റെ കുട്ടികളെ, നിങ്ങൾക്ക് സുഖമാണോ? ആം ഡാഷ് ആപ്പിൾ ട്രീ. അവിടെ ആപ്പിൾ ട്രീ, അവിടെ എ എന്നുള്ള സൗണ്ടാണ്. അവിടെ ആൻ ആപ്പിൾ ട്രീ എന്ന് പറയണം. ഇൻ റെബേക്കാസ് ഗാർഡൻ. ഹാവ് യു ഗോട്ട് ഇനഫ് റെയിൻ ദിസ് ഇയർ? നിങ്ങൾക്ക് ഈ വർഷം ആവശ്യത്തിനുള്ള മഴയൊക്കെ കിട്ടിയോ? ഐ തിങ്ക് ഡാഷ് ദ ആൻസർ ഈസ് നോ. അവിടെ എന്താണ്? ദ ആൻസർ എന്നാണ് വരേണ്ടത്. വാട്ട് മേ ബി ദ റീസൺ? അവിടെ ദ എന്ന് കൊടുക്കണം. പീപ്പിൾ ആർ കട്ടിംഗ് അസ് ഡൗൺ. വി ഹെൽപ്പ് ഇൻ ബ്രിങ്ങിങ് റൈൻ. We give you fruits, flowers and fresh air. So don't cut us down. I can stand like an umbrella. അവിടെ an umbrella എന്ന് കൊടുക്കണം. To protect you from dash the hot sun. ഓക്കെ, അവിടെ ഡാഷ് എന്നെടുത്ത് ദ എന്ന് കൊടുക്കുക.
The horse said, if you plant more saplings, I shall give you lot of apples when we plant a sapling. Okay, a sapling എന്നാണ് വരേണ്ടത്. We are planting hope. Okay, അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ എ ആൻഡ് ദ ഇത് മൂന്നും പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടൻ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.